പീപ്പിൾ, പ്രോസസ്, ടെക്നോളജി. ഇത് മൂന്നും ഏറ്റവും നല്ലത് കണ്ടെത്തി നല്ലത് ഉപയോഗിക്കുക. പക്ഷേ ഇതിനെല്ലാം വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ലേണിംഗ് മൈൻഡ് സെറ്റ്. എല്ലാവരും പറയുന്ന കാര്യമുണ്ട്, സ്റ്റാഫ് മാറണം, സിസ്റ്റം മാറണം, പ്രോസസ്സ് മാറണം. ഞാൻ മാറാൻ തയ്യാറായില്ലെങ്കിൽ എൻ്റെ കമ്പനിയിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവർ കുറവാണ്. ചില പൊസിഷനിലെ ആളുകളെ കയറ്റിയിരുത്തുന്ന ആത്മാർത്ഥത എന്ന് പറയുന്ന ഒറ്റ ഘടകം കണ്ടുകൊണ്ടാണ്. ശരിയായിരിക്കും, സിൻസിയർ ആയിരിക്കും, പക്ഷെ സിൻസിയറിറ്റി കൊണ്ട് കമ്പനിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. ഭയങ്കരമായിട്ട് ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ആർട്ട് ഓഫ് സേയിങ്. ഹ്യൂമൻസ് ആർ ഇമോഷണൽ ബട്ട് ബിസിനസ് ഇസ് ലോജിക്കൽ. ശരിക്കും ഒരു ഓൺട്രപ്രണർ ഗ്രോ ചെയ്യണമെങ്കിൽ ഏറ്റവും നന്നായി പഠിച്ചിരിക്കേണ്ട കാര്യമാണ് നോ എങ്ങനെ പറയാമെന്നുള്ളത്. നമസ്കാരം, ഫ്ലൈ പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏകദേശം 20 വർഷത്തിലധികമായി 500-ലധികം സംരംഭകരെ 7 രാജ്യങ്ങളിലായി കൺസൾട്ട് ചെയ്യുകയും അവരെ ബിസിനസ് വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്ത ഡോക്ടർ രഞ്ജിത് രാജുമായിട്ടാണ്. ഫ്ലൈ എന്നൊരു പ്രോഡക്റ്റിനെ കുറിച്ച് കേട്ടപ്പോൾ ആദ്യം ശരിക്കും എന്താ തോന്നിയത്? എനിക്ക് ഫ്ലൈയിൽ ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സയൻസ് പഠിക്കുന്നുണ്ട്, സോഷ്യൽ പഠിക്കും, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, ഇങ്ങനെ പല വിഷയങ്ങൾ പഠിക്കുന്നു. ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചിരുന്നത് വ്യത്യസ്ത അധ്യാപകരായിരുന്നു. അതിൽ പ്രാവീണ്യം നേടിയ കഴിവുള്ള ആളുകളായിരുന്നു. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ നമ്മൾ ഈ ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് രംഗത്തേക്ക് വരുമ്പോൾ പലപ്പോഴും കാണുന്നത് ധാരാളം സംരംഭകരെ പരിശീലിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ പലപ്പോഴും ഓരോ സംരംഭകരെ പരിശീലിപ്പിക്കുമ്പോഴും അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. പലരും പ്രതീക്ഷകളോടുകൂടിയാണ് ഇത്തരം പ്രോഗ്രാമിനൊക്കെ വരുന്നത്. എന്നാൽ പലപ്പോഴും കാണുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വളരെ ഗ്രാഹ്യമുള്ള ആളുകൾ തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ എല്ലാ മേഖലയെ പറ്റിയും അങ്ങനെ തന്നെ ആകണമെന്നില്ല. ഉദാഹരണത്തിന് ചില ട്രെയിനേഴ്സ് ഓർ കൺസൾട്ടൻസ് അവരുടെ ഒരു കോർ ഏരിയ എന്ന് പറയുന്നത് ചിലപ്പോൾ സെയിൽസ്, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും. നേരെ മറിച്ച് അവർ തന്നെയായിരിക്കും ചിലപ്പോൾ അവിടെ ഫിനാൻസും അക്കൗണ്ട്സും പറയുന്നത്. അല്ലെങ്കിൽ നേരെ മറിച്ച് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് വളരെ കോറായിട്ടുള്ള ചിലരായിരിക്കും ഓപ്പറേഷൻസിനെ പറ്റിയോ അല്ലെങ്കിൽ HR-നെ പറ്റിയോ പഠിപ്പിക്കുന്നത്. അവിടെയാണ് ഫ്ലൈ വ്യത്യസ്തമാകുന്നതായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത്. കാരണം ഫ്ലൈയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 1 വർഷം നീണ്ടു നിൽക്കുന്ന സംരംഭകരെ പരിശീലിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണെങ്കിൽ ഓരോ മാസവും അതിൽ ക്ലാസ്സുകൾ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സംരംഭകരെ കോച്ച് ചെയ്യുന്നത് ഓരോ ഡിഫറെൻറ്റ് വിഷയങ്ങളിൽ പ്രവൃത്തി പരിചയവും അതിനെപ്പറ്റി ആധികാരികമായ ജ്ഞാനമുള്ള ആളുകളാണ്. അപ്പോൾ അത് തന്നെയാണ് ഫ്ലൈയുടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ ഘടകം. എന്നോട് ഒരുപാട് ആളുകളും ഈ ഒരു പോയിന്റ് തന്നെ പറഞ്ഞത്. കാരണം നമ്മൾ ചൂസ് ചെയ്ത ആളുകളെല്ലാം എക്സ്പേർട്സ് ആണ്, അവർ ആ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്, ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. കറക്റ്റ്. ഒരു കൺസൾട്ടിങ് സെഗ്മെന്റിലേക്ക് വരുമ്പോൾ സിസ്റ്റം, അതിൻ്റെ ഒരു പ്രോസസ്സ്, ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഫീൽ ചെയ്തിട്ടുണ്ട്? ഓരോ ഓർഗനൈസേഷനിലും ഈ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആംഗിളിലാണ്. പുതിയതായി ഒരു ബിസിനസ് തുടങ്ങുന്ന സംരംഭകൻ്റെ ആവശ്യമേ ആയിരിക്കില്ല ആ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംരംഭകൻ്റെ. ചിലരെ സംബന്ധിച്ചിടത്തോളം സ്റ്റെബിലൈസ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ചിലരെ സംബന്ധിച്ച് അത് ഫ്രാഞ്ചൈസി മോഡലോ അങ്ങനെ എന്തെങ്കിലും എക്സ്പാൻഷനിലേക്ക് ചിന്തിക്കുന്നവർ, ചിലർ സർവൈവലിന് വേണ്ടിയിട്ട് ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് ഭാഗമായിട്ട്. അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ പലരും ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുറേ ഡോക്യുമെൻ്റ്, SOP, പോളിസി ഇതുണ്ടാക്കി വെക്കുക. അപ്പം നമ്മൾ ശരിക്കും പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം, അത് മാത്രമേ നമുക്ക് ഗുണമുള്ളൂ. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും ഓരോ വർഷം കഴിയുമ്പോഴും അവരുടെ ബിസിനസ്സിൽ ചെറിയ ബിസിനസ് മോഡലിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയാലും 80-90% കാര്യങ്ങൾ സെയിം തന്നെയായിരിക്കും ചെയ്യുന്നത്. ഉദാഹരണം, ഒരു ടെക്സ്റ്റൈൽ ട്രേഡിംഗ് നടത്തുന്ന ഒരു ആളാണെന്ന് വിചാരിക്കുക. ഒരു റീറ്റെയിൽ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുകയാണെങ്കിൽ പർച്ചേസ് അതിലുണ്ട്, ഇൻവെൻ്ററി മാനേജ്മെൻ്റ് ഉണ്ട്, ഡിസ്പ്ലേ അല്ലെങ്കിൽ ഷോറൂം അലങ്കരിക്കുന്ന കാര്യങ്ങളുണ്ട്, സെയിൽസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, HR ആക്ടിവിറ്റി ഉണ്ട്, അക്കൗണ്ട്സ്, ഫിനാൻസ്, ഇതൊക്കെ ഏകദേശം എല്ലാ വർഷവും ഇത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഇതിൽ വ്യത്യസ്തമാക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇതിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റം എന്നതുകൊണ്ട് കൂടുതൽ ഉദ്ദേശിക്കണം, അല്ലെങ്കിൽ ഞാനും ഈ ഫ്ലൈയുടെ ഭാഗമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എഫിഷ്യൻസിയാണ്, കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന്, വളരെ സ്ട്രാറ്റജിക്കലി ഒരു ഓർഗനൈസേഷൻ്റെ എന്താണോ അവരുടെ ഗ്രോത്തിനെ തടയിടുന്ന അല്ലെങ്കിൽ വളർച്ചയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ കണ്ടെത്തിയിട്ട് അതിനെ സ്ട്രാറ്റജി തയ്യാറാക്കി അത് അവിടെയുള്ള ടീമിനെ ഗൈഡ് ചെയ്ത് ട്രെയിൻ ചെയ്ത് അവരെ റിവ്യൂ ചെയ്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും SOP, പോളിസിയും, പ്രൊസീജിയറുകളൊക്കെ ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അത് പ്രാക്ടിക്കലായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്ത് റിസൾട്ട് എടുത്തു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ശൈലിയാണ് നമ്മളതിൽ അനുവർത്തിച്ചു പോരുന്നത്. ശരിക്കും ബോട്ടിൽ നെക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനെ ലിസ്റ്റ് ഓൺ ചെയ്യുക, അതിന് വേണ്ടി എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുക, അവരെ കൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യിക്കുക, എഫിഷ്യൻസി കൂട്ടുക. ഇങ്ങനെ ഒരൊറ്റ വാക്കിൽ പറയാവുന്ന. അതെ. അതിലൊരു കാര്യം കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടത്തരം കമ്പനികളായതുകൊണ്ട് തന്നെ ഈ ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞത് പലപ്പോഴും ഇരിക്കുന്നത് നമുക്കറിയാലോ. ബോട്ടിലിന്റെ നെക്ക് ഇരിക്കുന്നത് Director തന്നെയാണ്. ബോട്ടിലിന്റെ നെക്ക് ഏറ്റവും മുകളിൽ ഇരിക്കുന്ന പോലെ തന്നെ കമ്പനികളിൽ പലപ്പോഴും മാനേജ്മെന്റ് ടീം അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്, പാർട്ട്നേഴ്സ്, ഇവിടെയൊക്കെ ആയിരിക്കും പലപ്പോഴും ഗ്യാപ്പും ലിമിറ്റേഷൻസും ഉള്ളത്. അങ്ങനെ നമ്മൾ സാധാരണ മാനേജ്മെന്റിൽ പറയുമല്ലോ, വേർ ദ ലീഡർ ലുക്സ് ദർ ഗോസ് ദ കമ്പനി. നയിക്കുന്ന ആൾ എങ്ങോട്ട് നോക്കണോ കമ്പനി അങ്ങോട്ടാണ് പോകുന്നത്. ഈ നയിക്കുന്ന ആളുടെ കാഴ്ചപ്പാട് വീണ്ടും നമ്മുടെ ഫ്ലൈയുടെ ഒക്കെ പ്രസക്തി വരുന്നൊരു കാര്യം അവിടെയാണ്. കാരണം ഈ നയിക്കുന്ന ലീഡറുടെ കാഴ്ചപ്പാട് മാറുകയും ചിന്താഗതിയിൽ വലിയ മാറ്റം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കമ്പനിയിൽ ഉണ്ടാവുന്ന മാറ്റം വളരെ സ്ട്രോങ് ആയിരിക്കും. നമ്മൾ നോക്കിയാൽ ഇടത്തരം കമ്പനികളൊക്കെ ഗ്രോ ചെയ്യുന്നത് ആ ലീഡർഷിപ്പ് കപ്പാസിറ്റിയുടെ ഒരു സ്ട്രെങ്ത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ സംരംഭകരായിട്ടുള്ള ആളുകൾ പഠിക്കാൻ കാണിക്കുന്ന മനസ്ഥിതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ മാറ്റത്തിനനുസരിച്ച് അവർ ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാവരും പറയുന്ന കാര്യമുണ്ട്, സ്റ്റാഫ് മാറണം, സിസ്റ്റം മാറണം, പ്രോസസ്സ് മാറണം. ഞാൻ മാറാൻ തയ്യാറായില്ലെങ്കിൽ എൻ്റെ കമ്പനിയിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവർ കുറവാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ പ്രോഗ്രാമിലൊക്കെ വന്ന് പല പ്രമുഖരായ അല്ലെങ്കിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളിൽ നിന്നൊക്കെ പ്രാക്ടിക്കലായിട്ടുള്ള ഇൻസൈറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ കമ്പനിയിൽ ശരിക്കും പറഞ്ഞാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ടീമാണ് എന്ന് പറഞ്ഞു. അപ്പൊ പല കമ്പനികളുടെയും ഫെയിലിയേഴ്സിന് പിന്നിലും ഈ മാനേജ്മെന്റ് അല്ലെങ്കിൽ മിസ്മാനേജ്മെന്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാനുണ്ട്? ഉറപ്പായിട്ട്. അത് ഞാൻ അതിനെ വേറൊരു കാര്യമായിട്ടൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് പറയാം. 4 വാക്കുകൾ. ആ 4 വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തൊക്കെയാ അറിയോ? ഒന്ന് കഴിവ്, ആത്മാർത്ഥത. കഴിവെന്ന് പറയുമ്പോൾ നമ്മൾ സ്കില്ല്, ആത്മാർത്ഥത, ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി എന്ന് നമുക്ക് പറയാവുന്ന കാര്യം. പിന്നെ അടുത്തൊരു കാര്യമാണ് ഈ എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത. പിന്നെ നോളജ് അഥവാ അറിവ്. ഈ 4 കാര്യങ്ങളെ പല സ്ഥാപനങ്ങളും വ്യാഖ്യാനിക്കുന്ന രീതി നമുക്ക് പലപ്പോഴും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ ഭയങ്കര ഒരു ബ്ലണ്ടറായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. എന്താ കാരണം എന്നറിയും? ചില പൊസിഷനിലെ ആളുകളെ കയറ്റിയിരുത്തുന്ന ആത്മാർത്ഥത എന്ന് പറയുന്ന ഒറ്റ ഘടകം കണ്ടുകൊണ്ടാണ്. ശരിയായിരിക്കും, സിൻസിയർ ആയിരിക്കും, പക്ഷെ സിൻസിയറിറ്റി കൊണ്ട് കമ്പനിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. ആത്മാർത്ഥത ഉണ്ട്, പക്ഷെ അയാളുടെ അറിവ് കുറവുകൊണ്ട് കുറെ നഷ്ടങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഒന്നത്. 2, അറിവെന്ന് ഞാൻ പറഞ്ഞു. ചിലരുടെ അക്കാഡമിക് നോളജ് വളരെ നല്ലതാണ്. CV ഒക്കെ നോക്കിയായിരിക്കുമല്ലോ പല പൊസിഷനിലേക്ക് ആളെടുക്കണം. അപ്പോൾ ക്വാളിഫിക്കേഷൻ നല്ലതാണ്, പക്ഷെ ആ ക്വാളിഫിക്കേഷൻ അക്കാഡമിക് ലെവലിലുള്ള നോളജ് മാത്രം കണ്ടുകൊണ്ടാണ് ചില പൊസിഷനിലേക്ക് കയറിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്ത് കഴിവ് നേടിയ ആളുകളുണ്ടല്ലോ, സ്കില്ല്. നമുക്ക് നേരത്തെ പറഞ്ഞ അക്കാഡമിക് ലെവല് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അവർ ചിലപ്പോൾ ചില സ്ഥാപനങ്ങളിൽ അവർക്കായിരിക്കില്ല കീ റോളുകൾ ഉള്ളത്. അവർക്ക് പലതും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആ റോള് അതിനനുസൃതമാകണമെന്നില്ല. ഇനി ഈ 3ഉം സമന്വയിപ്പിച്ചുകൊണ്ട് 4ാമത്തെ പോയിന്റ് എഫിഷ്യൻസിയിലേക്ക്, കാര്യക്ഷമതയിലേക്ക് വരുമ്പോൾ അറിവും വേണം, കഴിവും വേണം, ആത്മാർത്ഥയും വേണം. അതോടൊപ്പം തന്നെ വേണ്ട ഒരു കാര്യമാണ് ചെയ്ത കാര്യങ്ങൾ വീണ്ടും ചെയ്യുന്ന സമയത്ത് മുന്നേ ചെയ്തതിനേക്കാൾ പണവും സമയവും ഒക്കെ കുറഞ്ഞ രൂപത്തിൽ, അതായത് കുറഞ്ഞ സമയത്തിലും കുറഞ്ഞ ചെലവിലും കൂടുതൽ എഫിഷ്യൻ്റായി കാര്യം ചെയ്തെടുക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ ഈ ഇംപ്ലിമെൻ്റ് ചെയ്ത കാര്യത്തിൻ്റെയൊക്കെ റിസൾട്ട് കൂടുതലായി വരുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ച ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലയിടത്തും കാണുന്ന കാര്യം, വളരെ ലോജിക്കലായി തിങ്ക് ചെയ്യുന്ന സംരംഭകർ മാത്രമേ ഈ 4ൻ്റെയും കൂടെ ഒരു അന്തസത്ത എടുത്ത് വർക്ക് ചെയ്യുന്നുള്ളൂ. മറ്റു പലയിടത്തും സംഭവിക്കുന്ന ആത്മാർത്ഥത നോക്കി ചിലരെ വെക്കുന്നു, ചിലർ കഴിവുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ചില പോയിന്റിൽ ഇരിക്കുന്നു, ചിലരെ അറിവ് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിയോഗിക്കുന്നു. പക്ഷെ അതിനോടൊപ്പം ഈ എഫിഷ്യൻസി എന്ന് പറയുന്ന കാര്യത്തെ കൂടെ അസസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ പല കമ്പനികളിലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സമയം പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ആനുവൽ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കണം, ക്വാർട്ടർലി പ്ലാൻ, മന്ത്ലി ടാർഗറ്റ് ഒക്കെ ഉണ്ടാക്കും, പക്ഷെ എന്താണോ സംഭവിച്ചുകൊണ്ടിരുന്നത് അത് തന്നെ അങ്ങനെ നടക്കുന്ന ഒരു അവസ്ഥ വരും. ഇതാണ് നമ്മൾ പലയിടത്തായിട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ശരിക്കും ഈ ഒരു എംപ്ലോയ്മെന്റിലേക്ക് വന്നപ്പോൾ ഈ 4 പോയിന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, എന്നാലും പല സ്ഥാപനങ്ങളിലും കാണുന്ന ഒരു സാധനമാണ് ബന്ധു നിയമനങ്ങൾ എന്ന് പറയുന്നത്. അതായത് എൻ്റെ അളിയനാണ്, അളിയന്റെ ഇക്കാടെ ഫ്രണ്ടിന്റെ മകനാണ്, അല്ലെങ്കിൽ വേറെ ഇങ്ങനെ ഒരുപാട് അൺവാണ്ടഡ് റിലേഷൻസ് ഒക്കെ ബിസിനസ്സിൽ വന്നിരിക്കും. ഈ റോൾ ഡെഫിനേഷൻ എന്ന് പറയുന്ന കാര്യം ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒരു കമ്പനിയുടെ ഒരു ഹൈറാർക്കി, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ബന്ധം, സ്വന്തം പരിചയം എല്ലാം, പ്രത്യേകിച്ച് നമ്മൾ ഈ ഗൾഫിലൊക്കെ പറയാൻ പറ്റില്ല, ഈ GCC കൺട്രികളിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു 70% സ്ഥാപനങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ പറയുന്ന അളിയനും ബന്ധുവും സ്വന്തക്കാരനും ഒക്കെ ആയിരിക്കും പല തസ്തികയിലിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ അത് ചിലപ്പോൾ ഗുണം ചെയ്തിട്ടുണ്ടാവും കേട്ടോ. തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് മോഡലിലേക്കാണല്ലോ ബിസിനസ് തുടങ്ങണേ. അപ്പോൾ അവിടെ ഈ ആത്മാർത്ഥത കൊണ്ടും ഒക്കെ കുറേ കാര്യങ്ങൾ നേടിയെടുക്കാം. ഇത് സ്കെയിൽ ചെയ്യാൻ നോക്കുമ്പോഴാണ് ചലഞ്ച് വരുന്നത്. ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമ്മൾ കൂടെ ആളുകളെ കുറെ കൂട്ടുമല്ലോ. അപ്പോൾ അവരെ നയിക്കാൻ നോക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഡെലിഗേറ്റ് ചെയ്യാൻ അറിയുന്നില്ല, പ്രോപ്പറായിട്ട് അവരെ കൊണ്ട് ഔട്ട്പുട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്രൊഫഷണൽ രീതിയിലോ വർക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ടെക്നോളജിയോ സോഫ്റ്റ്വെയർ ഒക്കെ കൊണ്ടുവരുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാവണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ബന്ധു നിയമനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ സംഭവിക്കുമ്പോൾ 2 പ്രശ്നങ്ങളാണ് നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളത്. ഒന്നെന്താണെന്ന് വെച്ചാൽ ഈ സംരംഭകൻ വളരെ ആർജവത്തോടുകൂടി ഇത് വളർത്തി കഴിയുമ്പോഴും
മറ്റേ ആൾക്ക് ചിന്തിക്കുന്ന കാര്യം നമ്മുടെ വീട്ടുകാർ നമ്മുടെ ചിലപ്പോൾ അനിയനായിരിക്കും, ചേട്ടനായിരിക്കും, അളിയനായിരിക്കും, അല്ലെങ്കിൽ ബന്ധത്തിലുള്ളവരാകുമ്പോൾ നമ്മളൊക്കെ കൂടെ അവനെ വളർത്തിയതാണ് എന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് പിന്നെ പല കാര്യങ്ങളെയും കാണുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു റോളിലിരിക്കുന്ന ആളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്കില്ലും വില്ലൊക്കെ ഉണ്ടല്ലോ, ഈ ഭാഗത്ത് പലപ്പോഴും ഗ്യാപ്പ് വരുന്നു. പിന്നെ അത് പറയാൻ ബുദ്ധിമുട്ട് വരുന്നു. ഈ സംരംഭകനെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് ഫാമിലി റിലേഷൻഷിപ്പിന് ഇത് എഫക്റ്റീവ് അല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് പറയാനായിട്ട് അവിടെയൊക്കെയാണ് ഇവിടെ ഒരു വലിയൊരു ഞാൻ കഴിഞ്ഞ 3 വർഷം UK ലായിരുന്നപ്പോൾ ഞാൻ കണ്ട വലിയൊരു ഭയങ്കരമായിട്ട് ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ആർട്ട് ഓഫ് സേയിങ് നോ. കറക്റ്റ്. നമ്മൾ ഭയങ്കര സൗഹൃദമുള്ള ആളുകളോടൊക്കെ ബ്രിട്ടീഷുകാരോടൊക്കെ പോയിട്ട് ചെയ്യാമോ? ഇല്ല. അവരവിടെ നോക്ക് ഒരു എക്സ്പ്ലനേഷൻ, എന്തുകൊണ്ട് ചെയ്യില്ല എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ പോലില്ല, ഞാൻ ചെയ്യില്ല. അപ്പൊ ആ ഒരു ആർട്ട് ഓഫ് സേയിങ് നോ ഒരു ഓൺട്രപ്രനർ എന്തോളം അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളൊക്കെ എപ്പോഴും ക്ലയൻസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹ്യൂമൻസ് ആർ ഇമോഷണൽ ബട്ട് ബിസിനസ് ഇസ് ലോജിക്കൽ. ശരിക്കും ഒരു ഓൺട്രപ്രനർ ഗ്രോ ചെയ്യണമെങ്കിൽ ഏറ്റവും നന്നായി പഠിച്ചിരിക്കേണ്ട കാര്യമാണ് നോ എങ്ങനെ പറയാന്നുള്ളത്. അത് വളരെ ഉചിതമായ രീതിയിൽ അവതരിപ്പിക്കുക. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ എങ്ങനെ പറയുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പൊ ആ നോ എങ്ങനെ പറയാം എന്നുള്ളത് ശരിക്കും പരിശീലനത്തിലൂടെ നേടിയെടുക്കേണ്ട ഒരു കഴിവാണ്, ഈഗോനെ ഹേർട്ട് ചെയ്യാതെ. കാരണം വളർന്ന ഏതൊരാളെ നോക്കിയാലും അവർ ഓരോ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, എന്ത് ചെയ്യാതിരുന്നു അല്ലെങ്കിൽ എവിടെയൊക്കെ നോ പറഞ്ഞു എന്നുള്ളതും കൂടെ അവരുടെ ജേർണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ട് അത് വളരെ പ്രസക്തമായ കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. സിസ്റ്റം ആൻഡ് പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, എഫിഷ്യൻസി എന്ന് പറയുന്നത് ഭയങ്കര കണക്റ്റഡ് ആണ് എന്നുള്ളത്. ഒരു ഓൺട്രപ്രണർ അവരുടെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയുകയാണെങ്കിൽ PPT എന്ന് ചുരുക്കവാക്കായിട്ട് പറയാം, പീപ്പിൾ, പ്രോസസ്, ടെക്നോളജി. ഇത് മൂന്നും ഏറ്റവും നന്നായി ഉപയോഗിക്കുക എന്നുള്ളതാണ് എഫിഷ്യൻസിയുടെ ഒരു പ്രധാന കാര്യം. പീപ്പിൾ, കൂടെ നിൽക്കുന്ന ആളുകൾ. കാരണം ഒരു സംരംഭകന്റെ എഫിഷ്യൻസി കൂടണമെങ്കിൽ അവൻ്റെ കൂടെയുള്ള ആളുകളുടെയും കൂടെ എഫിഷ്യൻസി കൂടണം. അല്ലെങ്കിൽ പലപ്പോഴും മൈക്രോ മാനേജ്മെന്റിലേക്ക് പോകും. ഭൂരിഭാഗം ആളുകൾക്കും സംഭവിക്കുന്ന കാര്യം, വലിയ പദ്ധതികളുണ്ട്, വലിയ ആഗ്രഹങ്ങളുണ്ട്, ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കൊക്കെ പോയി പലതും കേൾക്കുന്നു, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ സാധിക്കുന്നില്ല. ഇവിടെയാണല്ലോ ചലഞ്ച്. അപ്പൊ കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്ന ആളുകൾ, നമ്മുടെ കൂടെ നല്ലൊരു കോർ ടീമിനെ സെറ്റ് ചെയ്തെടുക്കുക, അതാണ് എഫിഷ്യൻസിയുടെ ഒന്നാമത്തെ കാര്യം. 2, നിരന്തരം നടത്തപ്പെടുന്ന എല്ലാ പ്രക്രിയകളും, കമ്പനിയിൽ എന്തെല്ലാം ആക്ടിവിറ്റി നിരന്തരം നടക്കുന്നുണ്ടോ അവതിനെല്ലാം വ്യക്തമായിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ടാവണം. പ്രോസസ് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രാക്ടിക്കലി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെന്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും ക്ലാരിറ്റി ഉള്ള സിസ്റ്റത്തെയാണ് നമ്മൾ ഈ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ആ പ്രോസസ്സ് നിർബന്ധമായി ഉണ്ടാവണം. പിന്നെ ഈ പ്രോസസ്സുകൾ ഫോളോ ചെയ്യപ്പെടണമെങ്കിൽ ടെക്നോളജി ഇല്ലാതെ സാധിക്കില്ല. കാരണം മാനുവൽ പ്രോസസ്സുകളുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം നമുക്കെന്നറിയാം, ജെൻസി വിഭാഗത്തിലൊക്കെ പെട്ട ആളുകളാണ് കൂടുതൽ ഓർഗനൈസേഷനിൽ പല ലീഡ് റോളുകളിലേക്കും വരുന്നത്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ടെക്നോ സാവി ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഓർഗനൈസേഷനിൽ ഏറ്റവും നന്നായിട്ട് ഈ സിസ്റ്റങ്ങൾ ഫോളോ ചെയ്യപ്പെടണമെങ്കിൽ പ്രാക്ടിക്കലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി, ടെക്നോളജി എപ്പോഴും ഒരു ടൈം മൾട്ടിപ്ലയറാണ്. നമ്മൾ ചിലപ്പോൾ പണ്ട് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, AI വരവോട് കൂടിയിട്ട് പണ്ട് നമ്മളൊക്കെ ചെയ്തിരുന്ന എത്രയോ കാര്യങ്ങൾ ഇന്ന് സെക്കൻഡുകളിൽ മിനിറ്റുകളിലാണ് തീരുന്നത്. അതെ. അപ്പൊ പല കമ്പനിയിലും ഇത് അറിയില്ലാത്ത ആളുകൾ എങ്ങനെ മോണിറ്റർ ചെയ്യണമെന്ന് പറയും. രാവിലെ 8 മണിക്ക് വന്ന് രാത്രി 9 മണി വരെ ഇരിക്കുന്നവനാണ് ഏറ്റവും ആത്മാർത്ഥതയുള്ള സ്റ്റാഫ്. ഇതായിരുന്നു മാനദണ്ഡം അല്ലെ. ഇപ്പൊ അതിനൊക്കെ പകരം ഔട്ട്പുട്ട് എന്താണ്, എന്ത് റിസൾട്ട് ഓറിയന്റിലേക്ക് വരാം. അപ്പൊ ഈ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ പീപ്പിൾ, പ്രോസസ്, ടെക്നോളജി, ഇത് മൂന്നും ഏറ്റവും നല്ലത് കണ്ടെത്തി നല്ലത് ഉപയോഗിക്കുക. പക്ഷെ ഇതിനെല്ലാം വേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ലേണിംഗ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു ഓൺട്രപ്രണർക്ക് ഇത് കണ്ടെത്താൻ പറ്റുള്ളൂ. നമ്മളിതൊക്കെ പറഞ്ഞാലും ഇത് ബോധ്യപ്പെടണ്ടേ, ആ ബ്രെയിനിലേക്ക് ഇത് വരണല്ലോ. ഇത് ലീഡ് ചെയ്യുന്ന ആൾക്ക് തോന്നണം, എനിക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ പൈസ കൊടുത്ത് നല്ല കപ്പാസിറ്റി ഉള്ള ആളെ അവിടെ എടുക്കണം, അല്ലെങ്കിൽ എൻ്റെ കമ്പനിയിൽ പ്രോസസ്സ് നിർബന്ധമാണ്, എൻ്റെ കമ്പനിയിൽ ടെക്നോളജിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്താലേ ലോങ് റണ്ണിൽ എനിക്ക് ഓടിയെത്താൻ പറ്റുള്ളൂ. ഇത് ചിന്തിക്കണമെങ്കിൽ ആ ബ്രെയിനിലേക്ക് കുറെ ഇൻസൈറ്റുകൾ വരണം. ഇത് എവിടെ നിന്ന് വരുന്നു? ലേൺ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉള്ളിടത്ത് വരും. അവിടെയാണ് ശരിക്കും ഫ്ലൈ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോറിലൂടെ സിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യാം, ഒരു ബിസിനസ്സിനെ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് എങ്ങനെ പോകാം എന്നൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് വളരെ ചെറിയ പോയിന്റുകളാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഫ്ലൈയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഒരു എക്സ്പാൻഡഡ് വെർഷൻസ് എപ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കേട്ടത് ഡോക്ടർ രഞ്ജിത്ത് രാജിനെയായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പഴഞ്ചൊല്ലാണ് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, മുൻപേ ഗമിക്കും ഒരു ഗോഹു തൻ്റെ, പിൻപേ ഗമിക്കും മറുഗോക്കളെല്ലാം. മുമ്പിൽ പോകുന്ന ഒരു പശുവിനെ ചുറ്റിപ്പറ്റിയാണ് മറ്റു പശുക്കളെല്ലാം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ വളർച്ച എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണോ ഡയറക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ അവരെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു സംരംഭങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇതുപോലുള്ള ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.